കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. നിലമ്പൂരിൽ ചരിത്ര വിജയം നേടി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് 54,851 വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയാണ് LDF സ്ഥാനാർത്ഥി U ഷറഫലിയെ തറപറ്റിച്ചത്. മലപ്പുറം ജില്ലയുടെ ചരിത്രത്തിൽ ഒരാൾ നിയമസഭയിലേക്ക് 54,851 എന്ന മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നതും ഇതാദ്യം. തുടക്കം മുതൽ തന്നെ ആര്യാടൻ ഷൗക്കത്തിന് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. നിലമ്പൂർ നഗരസഭയിൽ നിന്ന് മാത്രം 9,700 വോട്ടുകളുടെ ഭൂരിപക്ഷം കരസ്ഥമാക്കി. നിലമ്പൂരിലെ ചരിത്ര വിജയത്തിൽ വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തി ആര്യാടൻ ഷൗക്കത്ത്. UDF പ്രവർത്തകർ മാത്രമല്ല, പിണറായി വിജയന്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയ LDF പ്രവർത്തകരും നൽകിയ വോട്ടുകളാണ് നിലമ്പൂരിന്റെ ചരിത്രത്തിലെ വലിയ ഭൂരിപക്ഷം സമ്മാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, നിലമ്പൂരിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ഉണ്ടാവുന്നില്ല ഞങ്ങളോട് പറഞ്ഞതാ. പക്ഷേ എന്റെ അനുമാനത്തെ പോലും അപ്പുറത്തായിട്ടാണ് ഭൂരിപക്ഷം തന്നിരിക്കുന്നത്. ഏതായാലും ഇത് എന്നെ ഒരു ചുരുങ്ങിയ കാലത്തേക്ക് നിലമ്പൂരുകാർ MLA ആയി തെരഞ്ഞെടുത്തു. ആ ചുരുങ്ങിയ കാലം കൊണ്ട് പരമാവധി ഈ നാടിന് വേണ്ടി ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വലിയ ഭൂരിപക്ഷം, കഴിഞ്ഞ പ്രാവശ്യം എന്നെ ജയിപ്പിച്ചയച്ചതിന്റെ ഒരു 4 ഇരട്ടി ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഇപ്പോ എന്നെ ജനങ്ങൾ തെരഞ്ഞെടുക്കുന്നത്. അതിന് നിലമ്പൂരിലെ ജനങ്ങളോടുള്ള നന്ദിയും കടപ്പാടും എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. വാസ്തവത്തിൽ എന്തൊക്കെയായാലും ഞാൻ ആദ്യം മുതലേ പറഞ്ഞ ഒരൊറ്റ കാര്യമുണ്ട്. ഒരു നല്ല നിലമ്പൂരിന് വേണ്ടി എല്ലാവരെയും ചേർത്തു പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമൊക്കെ അതൊക്കെ എപ്പോഴും ഒരു തെരഞ്ഞെടുപ്പ് വരേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരുടെയും ജനപ്രതിനിധിയായിരിക്കും. എന്തായാലും ഒരു ചരിത്ര ഭൂരിപക്ഷം ഈ നിലമ്പൂരിൽ ജനങ്ങൾ എനിക്ക് നൽകിയിരിക്കുക. എനിക്കതിൽ എനിക്ക് വാസ്തവത്തിൽ എനിക്കൊരു ഉൾഭയം കൂടി തോന്നുകയാണ്. ഇത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുമ്പോൾ, ഇത്രമാത്രം ജനങ്ങൾ അംഗീകരിക്കുമ്പോൾ, ഇത്രമാത്രം ജനങ്ങൾ പിന്തുണക്കുമ്പോൾ തിരിച്ച് എങ്ങനെ ഇത്രമാത്രം എനിക്ക് തിരിച്ചു നൽകാൻ കഴിയും എന്ന ആശങ്കയാണ് വാസ്തവത്തിൽ ഇപ്പൊ എനിക്കുള്ളത്. എന്തൊക്കെയായാലും എന്നെ ഈ UDFനെ സ്നേഹിച്ച മുഴുവൻ ആളുകളെയും അവരോടുള്ള നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണത്തിനെതിരെ ഇത് UDFകാർ മാത്രം നൽകിയ വോട്ടല്ല. നമുക്കറിയാം, ഇടതുപക്ഷ സഹയാത്രികർ പോലും അവർ പിണറായി വിജയൻ ഗവൺമെന്റിനെ താഴെ ഇറക്കണമെന്ന് തീരുമാനിച്ചു എന്നതിന്റെ തെളിവ് കൂടിയാണ് ഇന്ന് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് വിജയം. അത് നിലമ്പൂരിലും നന്നായി അലയടിച്ചിട്ടുണ്ട്. അതിന്
എല്ലാവരോടുമുള്ള നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ്. മലപ്പുറത്തിന്റെ ചരിത്രത്തിലേക്ക് 8 മാസം വലിയ ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും ഇത്ര വലിപ്പം പ്രതീക്ഷിച്ചില്ല. സ്വപ്നതുല്യമായ വിജയം ജനങ്ങൾ നൽകിയതിലൂടെ തന്റെ ഉത്തരവാദിത്തം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 8 മാസം MLA എന്ന നിലയിൽ ജനങ്ങൾക്കൊപ്പം നിൽക്കാനായതും സ്വപ്നതുല്യ വിജയത്തിന് കാരണമായതായും അദ്ദേഹം പറഞ്ഞു. 2001 LDF പിന്തുണയോടെ INL സ്ഥാനാർത്ഥിയായി P. അൻവർ മത്സരിച്ചപ്പോൾ 21,620 വോട്ടുകൾക്കാണ് ആര്യാടൻ മുഹമ്മദ് പരാജയപ്പെടുത്തിയത്. ഇതായിരുന്നു നിലവിൽ നിലമ്പൂരിലെ ചരിത്ര ഭൂരിപക്ഷം. ഇതിനെ മറികടന്നാണ് 54,851 എന്ന വലിയ ഭൂരിപക്ഷത്തോടെയുള്ള ഷൗക്കത്തിന്റെ വിജയം. ഒരു വർഷം മുൻപ് 11,704 ആയിരുന്നതാണ് 54,851 വർദ്ധിച്ചത്. പ്രവർത്തകർ ആര്യാടൻ ഷൗക്കത്തുമായി നിലമ്പൂരിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds.